ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മി കീർത്തന. സോ നമ്മൾ ഈ പോകുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങോട്ടേക്കായിരിക്കും. പിള്ളേരുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ക്ഷേത്രത്തിലോട്ടാണെന്ന്. ചേട്ടനും ചേച്ചിയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ യാത്രകളുടെ തുടക്കം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ. മാമി മാമി ഹായ് മേവി ഹായ് പറ. സോ ഗൈസ്, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. യെസ്, ഞങ്ങൾ കോവിലിൽ പോകാൻ പോവാണ്. ക്ഷേത്രത്തിലോട്ടുള്ള ഒരുക്കം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് 9 മണിയായിട്ടുണ്ട് കേട്ടോ. ബട്ട് ഇവിടെ ഒരു 11-12 മണി വരെയൊക്കെ അമ്പലങ്ങളുണ്ടായിരിക്കും കേട്ടോ. ജാൻവി ഇവിടെ, അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് പൊതുവേ വലിയ വലിയ ക്ഷേത്രങ്ങൾ പോകുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള ചെറിയ പീസ്ഫുൾ ആയിട്ടുള്ള ക്ഷേത്രത്തിലോട്ട് പോകുന്നതാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ. സോ വലിയ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ക്രൗഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് കണ്ണിൽപ്പെട്ടൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. സോ അതിനുശേഷം നമ്മൾ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് അധികവും വരാറ്. ഞങ്ങളിവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിരുന്നത് നമ്മുടെ ആനിവേഴ്സറിക്ക് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിനടുത്ത് പൂജാ സാധനങ്ങളൊന്നും വിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ വരുന്ന സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നു. സോ അന്ന് നമ്മൾ പൂജയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വരുന്ന സമയത്ത് നമ്മൾ എല്ലാം തന്നെ മുൻകൂട്ടി വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ സമാധാനത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയും നമ്മളിത് പൂജയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡു യു റിമെമ്പർ ദിസ് ടെമ്പിൾ? യെസ്, ഞങ്ങൾ ആനിവേഴ്സറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അമ്പലമാണിത്. ഞാൻ കമ്മലിട്ടിട്ടില്ല, എൻ്റെ കമ്മൽ കളഞ്ഞു പോയി. സോ അതിനാണ് ഞാൻ ലൂസ് ഹെയർ ആയിട്ടിട്ടിരിക്കുന്നത്. ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ദർശനത്തിന് ശേഷം ഞങ്ങളിത് കുറച്ച് സമയം ആ പരിസരത്തൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും ഇങ്ങനെ ക്ഷേത്ര ദർശനത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബ്ലീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. സോ ഇന്നും അത്തരത്തിലുള്ളൊരു കാര്യം നടന്നു കേട്ടോ. എന്താണെന്നല്ലേ കാണാം. ഹലോ ഗൈസ്, നമുക്കിപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഒരു അങ്കിളിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആളുടെ തോട്ടം കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടുത്തെ ഒരു ഓയിൽ കമ്പനിയുടെ ഓണറാണ് കേട്ടോ ഇദ്ദേഹം. സോ പരിചയപ്പെട്ട ശേഷം നമ്മളെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. സോ നമ്മളും ഒന്ന് തോട്ടങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ വീടിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല പല വിധത്തിലുള്ള കൃഷികളും ഇവിടെയുണ്ട്. ഇപ്പോൾ കാണുന്നത് വാഴക്കൃഷിയാണ്. ഏട്ടൻ ഇങ്ങനെ പമ്മി കയറുന്ന വേറെ ഒന്നുമല്ല കേട്ടോ. ഇവിടെ 2 അടാർ പട്ടികളുണ്ട് കേട്ടോ. അങ്കിളുടെ വീട് ഫ്രണ്ടിൽ തന്നെ 2 പട്ടികളിരിക്കുന്നുണ്ട്. ഹലോ, കെട്ടിയിട്ട ധൈര്യത്തിലാണ് ഞാനീ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ അങ്കിളുടെ വീട്. ഇവിടെ ഇവർ 2 പേരും മാത്രമാണുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മക്കളെല്ലാം വിദേശത്താണേ. അങ്ങനെ ഇതേ അങ്കിളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ആളൊരു എൻജിനീയറും കൂടിയാണ്. ഞാൻ അങ്കിളുടെ അടുത്ത് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫോട്ടോ സെക്ഷനാണ്. ഇവരുടെ ലൈഫ് സ്റ്റോറീസൊക്കെയാണ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണെങ്കിലും കേരള കൾച്ചറിലാണ് കേട്ടോ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അകത്തോട്ട് കയറിയപ്പം എനിക്കും നമ്മുടെ പഴയ ഒരു തറവാടിൻ്റെ ഫീലിംഗ് ഒക്കെ വന്നു. പിന്നീട് അങ്കിളും പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ആ കാര്യം ഫിക്സ് ആയത്. അങ്ങനെ ഇതേ കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയുള്ള ആൻറ്റി നമ്മളോട് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് വയ്യ, സോ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുകളുണ്ട്. ആൻറ്റി സംസാരിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. സോ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ചേർന്നിട്ട് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ പിൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അല്ലെങ്കിലും അപ്രതീക്ഷിതമായി നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ നമുക്ക് എപ്പോഴും നല്ലൊരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ അവിടെ നിന്നും ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നേ. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആര്യഭവനിലേക്കായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് കഴിക്കുന്ന ഫുഡ് എപ്പോഴും നമുക്ക് വേർത്തായിരിക്കും കേട്ടോ. ഞാനും ചേട്ടനും ശരണേട്ടനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൂരിയായിരുന്നേ. ചേച്ചി ഇഡ്ഡലി പറഞ്ഞു കേട്ടോ.
ഇത് പൂരിയുടെ മസാലയല്ലേ? കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സോ അതെടുത്ത് ഞാൻ അതിലോട്ട് ഒഴിക്കാൻ നോക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. ഞാൻ അങ്ങനെ അതവിടെ തന്നെ വെച്ചു. ഫൈനലി ഇതേ പൂരി എത്തിയിട്ടുണ്ട്. നമ്മൾ 3 പിള്ളേർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ആയിരുന്നേ. ജാനക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾ അത് തന്നെ കഴിച്ചു. സൂപ്പറല്ലേ? പാർസൽ വാങ്ങേണ്ടി. അങ്ങനെ ചടപടേന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ ടാസ്ക്. ഗൈസ്, എന്നത്തെയും പോലെ തന്നെ ജാൻവി ഇന്നും ഈ ഒരു സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജാൻവി, അത് വേണ്ട, നമുക്ക് വേറെ എടുക്കാം. അതവിടെ വയ്ക്ക്. വേനാ പോതുമാ? ഇവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാതെ അവൾ വെളിയിലോട്ട് വരാറില്ല. സോ നമ്മളിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലാഷ് കാർഡ്സ് ആയിരുന്നേ. നമ്മൾ വീട്ടിലെത്തിയിട്ട് പൊളിക്കത് കണ്ടില്ല കുട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.